എമ്പുരാൻ സിനിമാ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയായിട്ടുള്ള ഗോകുലം ഗോപാലിന്റെ കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലും ഇഡിയുടെ പരിശോധന തുടരുകയാണ്. നേരത്തെ ചെന്നൈ കോടമ്പാക്കത്തെ സ്ഥാപനത്തിൽ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. എമ്പുരാൻ ചിത്രത്തിനെതിരെ വിവിധ മേഖലകളിൽ നിന്നും പ്രതിഷേധം ഉയരുന്ന ഘട്ടത്തിലാണ് റെയ്ഡ് നടക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. മുഹമ്മദ് ഷഹീദും കെ ബി ശ്രീധരനും വിവരങ്ങൾ നൽകും. ആദ്യം ഷഹീദിലേക്കാണ്. ഷഹീദ്, എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇടിപിടി ഇപ്പോൾ റെയ്ഡ് നടക്കുന്നതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. സിനിമയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു, സിനിമ വെട്ടിച്ചുരുക്കുന്നു, ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു സിനിമയിൽ, അതിനുശേഷവും തീരുന്നില്ല എന്നുള്ളതാണ് സാധാരണ മനുഷ്യന്മാരിലുള്ളവരെ ഉയരുന്ന ചോദ്യം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏത് ഘട്ടത്തിലാണ് കേന്ദ്ര ഏജൻസികൾ വന്നത്, ഏതൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിലും കേന്ദ്ര ഏജൻസികളെ ഏതു തരത്തിലാണ് ഉപയോഗപ്പെടുത്തിയെന്നുള്ളതിൽ ഇപ്പോൾ റെയ്ഡ് എങ്ങനെ പുരോഗമിക്കുന്നു? അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ എമ്പുരാൻ സിനിമയുടെ കഥ നമ്മളെല്ലാവരും പലരും സിനിമ കണ്ടതാണ്. അതിൽ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ വരുന്ന കഥയാണ് അത് പറയുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ആ സിനിമയ്ക്ക് പിന്നാലെ ഇഡി, അതായത് കേന്ദ്ര ഏജൻസി, ഈ ഗോകുലം ഗോപാലൻ, ആ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലാണ്. ഇവിടെ 11:30യോടെയാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ എത്തിയത്. അവരവിടെ ഇപ്പോൾ ഇവിടെ ഗോകുലത്തിൻ്റെ മറ്റൊരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയായിരുന്നു. ആ യോഗത്തിൽ ഗോകുലം ഗോപാലൻ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എൻഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ കാത്തിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഗോകുലം ഗോപാലനെ ഇഡി ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് അതിൻ്റെ വിശദാംശങ്ങളിൽ നമുക്ക് ലഭിക്കേണ്ടത്, പക്ഷേ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥർ അതിനകത്ത് കയറി സൂചിപ്പിച്ചതുപോലെ തന്നെ CISF ഉദ്യോഗസ്ഥർ, അതായത് അർദ്ധസൈനിക സംഘങ്ങളുടെ ആയുധധാരികളായ സംഘങ്ങളുടെ സേനകളുടെ സഹായത്തോടു കൂടിയാണ് അവരെത്തിയത്. ഇഡി ഉദ്യോഗസ്ഥർ എത്തിയത്. അവരകത്ത് കയറി രേഖകൾ പരിശോധിച്ചു. റിസപ്ഷനിലും അകത്തുമൊക്കെയുള്ള രേഖകൾ പരിശോധിച്ചു. സമാനമായി തന്നെ മറ്റൊരു സംഘം തൊട്ടടുത്തുള്ള ഗോകുലത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിലും സമാനമായ രീതിയിൽ പരിശോധന നടത്തി. അവിടെ നിന്നും രേഖകൾ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഗോകുലത്തിനെതിരെ ഒരു വിദേശ നാണ്യ വിനിമയവുമായി ബന്ധപ്പെട്ട ഒരു കേസ്, നിയമപ്രകാരം ഒരു കേസ് നിലവിലുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില പരിശോധനകളും അന്വേഷണവും ഒക്കെ ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി വലിയ സന്നാഹത്തോടു കൂടി മുഴുവൻ കോർപ്പറേറ്റ് ഓഫീസുകളുടെയും ഒരേ സമയത്ത് ഇത്തരമൊരു റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് പോലെ എമ്പുരാൻ സിനിമക്ക് അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ, സിനിമാ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ സഹകാരികൾക്കെതിരെ ഉണ്ടായിരിക്കുന്ന വലിയ ഭീഷണിയും ആക്ഷേപവും, പിന്നീട് സിനിമ വെട്ടിച്ചുരുക്കാനുണ്ടായ അല്ലെങ്കിൽ പല ഭാഗങ്ങളും വെട്ടിമാറ്റാനുണ്ടായ സാഹചര്യം അന്ന് തന്നെ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത്തരത്തിലുള്ള പകപോക്കൽ നടപടി ഉണ്ടാകും. അത്തരത്തിലുള്ളൊരു പകപോക്കൽ നടപടിയാണോ ഇത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. ഏതായാലും ഇപ്പോൾ 2.5 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും ഇഡി ഉദ്യോഗസ്ഥർ ഈ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിനുള്ളിലുണ്ട്. അവിടെ ഇപ്പോൾ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി ഷഹീദ്, തുടരുക. ഇഡി വരുമെന്ന് പറഞ്ഞു, ഇഡി വരികയും ചെയ്തിരിക്കുന്നു. ചെന്നൈ കോടമ്പാക്കത്തെ സ്ഥാപനത്തിലാണ് ആദ്യം റെയ്ഡ് നടന്നത്. കെ ബി ശ്രീധരൻ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകും. ശ്രീധരൻ, മുൻപും ഗോകുലത്തിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്, ഷഹീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ ഇതിപ്പോൾ വ്യാപകമായൊരു റെയ്ഡ് നടക്കുകയാണ്. എന്തടിസ്ഥാനത്തിൽ, എന്തിനാണ് ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് എന്നതിനെപ്പറ്റി ഒരു വിശദീകരണം ലഭ്യമാകുന്നുണ്ടോ? എന്താണ് അവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ? അക്ഷയ, 2017 മുതൽ കേന്ദ്ര ഏജൻസികൾ ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്. അന്ന് കേരളം, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെ 70 സംസ്ഥാനങ്ങളിലെ 78 ഓഫീസുകളിൽ, ഗോകുലത്തിൻ്റെ 78 ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. അന്ന് അതിനെ തുടർന്ന് നിരവധി ഫയലുകളൊക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർ പരിശോധന, തുടരന്വേഷണം എന്നുള്ളതാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ 8 മണി മുതൽ തന്നെ ചെന്നൈയിലെ കോടമ്പാക്കത്തുള്ള ഗോകുലം ടവേഴ്സിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ, കോർപ്പറേറ്റ് ഓഫീസിലേക്ക് ഈ ഇഡി ഉദ്യോഗസ്ഥർ എത്തി. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അന്ന് പിടിച്ചെടുത്ത രേഖകളുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം എന്നുള്ളതാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാന കാര്യം. ഏതായാലും നേരത്തെ ഷഹീദ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പണമിടപാടുകൾ, വിദേശത്തു നിന്നുൾപ്പെടെ പണം സ്വീകരിച്ചതിൽ ചില ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നേരത്തെ ഗോകുലത്തിനെതിരെ ആക്ഷേപം ഉയർന്നിരുന്നു. അതിൻ്റെ കൂടി ഉള്ള ഒരു പരിശോധനകൾ ഇക്കാര്യത്തിൽ നടക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 6-ാം മണിക്കൂറിലേക്ക് ഈ പരിശോധനകൾ പുരോഗമിക്കുന്നു. കേരളവും തമിഴ്നാട്ടിലും ഉൾപ്പെടെ 5 ഇടങ്ങളിലാണ് ഇപ്പോൾ ഗോകുലം ഗ്രൂപ്പിൻ്റെ വിവിധ ഓഫീസുകളിലായിട്ട് പരിശോധന നടക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ
ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പാർട്ടി പ്രതിക്കൂട്ടിലാകുന്ന ഒരു വിവാദമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പരിശോധനകൾ ആ സിനിമയുടെ നിർമ്മാതാവ് കൂടിയായിട്ടുള്ള ഗോകുലം ഗോപാലിൻ്റെ ഓഫീസുകളിൽ പരിശോധന നടക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ കൗതുകവും. ഏതായാലും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇഡിയുടെ ഭാഗത്തുനിന്ന് വൈകിട്ടോടു കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഗോകുലം ഗ്രൂപ്പിന്റെ ഒരു വിശദീകരണവും ഇക്കാര്യത്തിൽ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും റെയ്ഡ് ഇപ്പോഴും അതാണ് ഗോകുലം ഗ്രൂപ്പിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വിശദീകരണമോ പ്രതികരണമോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഷെയ്ദ് തുടരുന്നുണ്ട്. ഷെയ്ദ്, ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കൾ ഒന്നടങ്കം ഇത് പ്രതീക്ഷിച്ചതല്ലേ, അപ്രതീക്ഷിതമായി തോന്നുന്നുണ്ടോ, ഇത് സ്വാഭാവിക നടപടിയാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഗോകുലം ഗ്രൂപ്പ് ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമോ അനൌദ്യോഗികമായി നടത്തിയിട്ടുണ്ടോ? പക്ഷേ അത്തരമൊരു പ്രതികരണം ഗോകുലം ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഗോകുലം ഗ്രൂപ്പിന്റെ ചെയർമാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന ഗ്രാൻഡ് ഹോട്ടലിനകത്തുണ്ട്. അദ്ദേഹം ഇഡി ഓഫീസറുടെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ആ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം ഒരുപക്ഷെ ഔദ്യോഗികമായി അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ വിശദീകരിക്കും. ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതും അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഉയർന്നിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും പ്രതികരണം അദ്ദേഹത്തിന് പറയാനുണ്ടോ എന്നുള്ള കാര്യം ഒരുപക്ഷെ അദ്ദേഹം നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ പ്രതികരിക്കുമെന്നുള്ള അത്തരം ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി മറ്റു കേന്ദ്രങ്ങളിൽ നിന്നും ഈ കമ്പനി ഗൂഗിളുമായി ബന്ധപ്പെട്ട മറ്റു ഒരിടത്തു നിന്നും ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമാണ് അത്തരം തിടുക്കപ്പെട്ട അത്തരം ഒരു വിശദീകരണത്തിലേക്ക് പോകുക എന്നുള്ളത് പ്രയാസകരമായിരിക്കും. പ്രത്യേകിച്ചും ചെയർമാൻ തന്നെ ഇഡി അന്വേഷണ ഉദ്യോഗസ്ഥരെ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ചെയർമാന്റെ പ്രതികരണം ഉണ്ടാവുക. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി.